മുട്ടിൽ മരംമുറി കേസിലെ പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് തിരിച്ചടി. മുറിച്ചു കടത്തിയ 104 ഈട്ടി മരങ്ങൾ കണ്ടുകെട്ടിയ വനംവകുപ്പിന്റെ നടപടിക്കെതിരെ റിപ്പോർട്ടർ TV ഉടമകളായ ആൻഡോ അഗസ്റ്റിനും റോജി അഗസ്റ്റിനും ജോസൂട്ടി അഗസ്റ്റിനും നൽകിയ അപ്പീൽ കോടതിയിൽ നിന്ന് തള്ളി. തടികൾ സർക്കാരിൻ്റെതാണെന്ന വനംവകുപ്പിന്റെ വാദം വയനാട് അഡീഷണൽ ജില്ലാ കോടതി അംഗീകരിക്കുകയായിരുന്നു. ഞങ്ങളെ കൊണ്ടോക്കിൽ ഇവർ എൻകൗണ്ടർ ചെയ്യുന്നവരെ സംശയമുണ്ട്. അത്ര വലിയ മനുഷ്യാവകാശ ലംഘനമാണ് ഞങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മുട്ടിൽ മരംമുറി കേസിലെ തടികൾ കണ്ടുകെട്ടിയതിനെതിരെ പ്രതികളായ ആൻഡ്രു അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർ നൽകിയ അപ്പീലാണ് വയനാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയത്. തടികൾ സർക്കാരിന് അവകാശപ്പെട്ടതാണ് എന്ന വനം വകുപ്പിന്റെ വാദം ശരിവെക്കുന്നതാണ് കോടതി ഉത്തരവ്. വനം വകുപ്പിന്റെ കണ്ടുകെട്ടൽ നടപടി റദ്ദാക്കി തടികൾ തങ്ങൾക്ക് വിട്ടുതരണമെന്നായിരുന്നു അപ്പീലിൽ പ്രതികളുടെ ആവശ്യം. ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ജയപ്രമോദാണ് കേസിൽ വനം വകുപ്പിനായി ഹാജരായത്. ബ്രിട്ടീഷ് കാലം തൊട്ട് തന്നെ സംരക്ഷിച്ചു വരുന്നൊരു റോയൽ വുഡാണ്. ഈ വുഡ് പട്ടയം ലഭിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് റിസർവ് ചെയ്തു വെച്ച മരങ്ങളാണ് ഈ ആളുകൾ മുറിച്ച് കടത്തിയത്. അത് ഒരു നിയമത്തിനും അതിൻ്റെ ഒരു പരിരക്ഷ അവർക്ക് കിട്ടില്ല, ഒരു പരിപത്രത്തിൻ്റെ പരിരക്ഷയും കിട്ടില്ല, ഗവൺമെൻറ് ഓർഡറിൻ്റെ പരിരക്ഷ കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഈ വിഷയം കോടതിയുടെ മുമ്പിൽ ബോധിപ്പിക്കാൻ വനംവകുപ്പിന് സാധിച്ചിട്ടുണ്ട്. 2020-21 സമയത്താണ് വിവാദ സർക്കാർ ഉത്തരവിന്റെ മറവിൽ പ്രതികൾ മുട്ടിൽ സൗത്ത് വില്ലേജിൽ നിന്ന് ഈട്ടിത്തടികൾ മുറിച്ചു കടത്തിയത്. പട്ടയഭൂമികളിൽ സർക്കാരിലേക്ക് റിസർവ് ചെയ്ത മരങ്ങളാണ് മുറിച്ചു മാറ്റിയത്. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ബത്തേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച പ്രധാന കേസിൽ ഇനിയും വിചാരണ തുടങ്ങിയിട്ടില്ല. അതിനിടയിലാണ് പ്രതികൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് കണ്ടുകെട്ടൽ നടപടി കോടതി ശരിവച്ചിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, വയനാട്. വളരെ പ്രമാദമാണ് മുട്ടിൽ മരംമുറി കേസ്. അത് സമൂഹത്തിലാകെ, പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലാകെ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന നിലയിലുള്ള വാദങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി കാണുന്നുണ്ട്. എന്താണ് ഈ മുട്ടിൽ മരംമുറി കേസ് എന്നതിൻ്റെ ചരിത്രം കൂടി ഒന്ന് പറഞ്ഞു പോയാലോ എന്ന് തോന്നുകയാണ്. 2020 ഒക്ടോബർ നവംബർ മാസങ്ങളാണ് വയനാട്ടിലെ മുട്ടിൽ സൗത്ത് വില്ലേജ് പരിധിയിൽ വിവാദമായി മരമുറി നടക്കുന്നത്. ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയും അന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന ജയതിലകിന്റെ വിവാദ ഉത്തരവിന്റെ മറവിലായിരുന്നു അവിടെയെല്ലാം മരമുറി നടന്നത്. നിയമവിരുദ്ധം എന്ന് കണ്ടെത്തി ഈ ഉത്തരവ് സർക്കാർ തന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം പിന്നീട് പിൻവലിക്കുകയായിരുന്നു. ലാൻഡ് അസൈൻമെന്റ് പട്ടയഭൂമികളിൽ സർക്കാരിലേക്ക് റിസർവ് ചെയ്യപ്പെട്ട ഈട്ടിത്തടികളാണ് അന്ന് മുറിച്ചു കടത്തിയത്. അക്കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. 500 വർഷത്തിലധികം പഴക്കമുള്ള ഈട്ടിമരങ്ങൾ ഉൾപ്പെടെ മുറിച്ചു കടത്തിയെന്നാണ് പിന്നീട് പുറത്തുവന്ന വിവരങ്ങൾ. ഇപ്പോൾ റിപ്പോർട്ടർ TV ഉടമകളായ ആൻഡോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ മരമുറിയെല്ലാം അവിടെ നടന്നതെന്ന് പിന്നീട് അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തു. 15 കോടിയോളം വില വരുന്ന 202 ക്യൂബിക് മീറ്റർ തടിയാണ് വനംവകുപ്പ് പിടിച്ചെടുക്കുകയും അഗസ്റ്റിൻ സഹോദരന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തത്. DYSP VV ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പിന്നീട് ഈ കേസിന്റെ തുടരന്വേഷണത്തിലേക്ക് കടന്നത്. പ്രധാന കേസിൽ 84,968 പേജുള്ള കുറ്റപത്രമാണ് ബത്തേരി കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത്. എന്നാൽ വിചാരണ അനിശ്ചിതമായി വിചാരണ നീണ്ടുകൊണ്ടേയിരിക്കുന്നു. അതിനിടെ പിടിച്ചെടുത്ത ഈട്ടിത്തടികൾ വനംവകുപ്പ് കണ്ടുകെട്ടി. സൗത്ത് വയനാട് DFOയുടെ ഈ നടപടി റദ്ദാക്കി തടികൾ തങ്ങൾക്ക് വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ട് പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർ കൽപ്പറ്റ അഡീഷണൽ ജില്ലാ കോടതിയിൽ അപ്പീലും നൽകി. ഈ അപ്പീലാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. തടികൾ സർക്കാരിൻ്റെതാണെന്ന വാദം കോടതി അംഗീകരിച്ചു എന്നത് വളരെ പ്രധാനമാണ്. തടി മുറിച്ചു കടത്തി എന്ന യാഥാർത്ഥ്യം നിൽക്കുന്നതിനൊപ്പം തന്നെ വാദങ്ങൾ അത് കോടതിയിൽ നിൽക്കുന്നില്ല ഈ ഘട്ടത്തിൽ എങ്കിലും. പക്ഷേ അനിശ്ചിതമായി കേസ് നീണ്ടേ പോകുന്നു. അതെന്തുകൊണ്ട് എന്ന ചോദ്യമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനിടയിൽ M കമൽ വയനാട്ടിൽ നിന്ന് അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു. കമൽ, എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴത്തെ കോടതിയുടെ നിലപാട് എത്രത്തോളം വലിയ തിരിച്ചടിയാണ് ഈ അഗസ്റ്റിൻ സഹോദരന്മാർക്ക്? രതീഷ്, എടുത്തു പറയേണ്ടത് ഇത് ഈ തടിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിധി വന്നിരിക്കുന്നു. ഇത് ആദ്യമായാണ് അത് സംബന്ധിച്ച ഒരു വാദവും അതിന്റെ വിധിയും ഒക്കെ കോടതിയിൽ നടക്കുന്നത്. മുമ്പ് അവർക്ക് ജാമ്യം നൽകാൻ വേണ്ടിയുള്ള വാദപ്രതിവാദങ്ങളും വിധിയും ഒക്കെയാണ് നടന്നത്. ഈ തടി തങ്ങളുടേതാണ്, സർക്കാരിൻ്റെതല്ല, തങ്ങൾ വില കൊടുത്ത് വാങ്ങിയതാണെന്നുള്ള വാദമാണ് ഈ അഗസ്റ്റിൻ സഹോദരന്മാർ കോടതിയിൽ ഉന്നയിച്ചത്. ആ വാദം നിലനിൽക്കുന്നതല്ല. വനം വകുപ്പ് വാദിച്ചത് ഇത് സർക്കാരിൻ്റെതാണ്, റവന്യൂ ഭൂമിയിൽ നിന്നോ വനഭൂമിയിൽ നിന്നോ മുറിച്ച തടിയാണ്, അതുകൊണ്ട് ഇത് തങ്ങൾക്ക് കണ്ടുകെട്ടാമെന്ന വനം വകുപ്പിന്റെ വാദം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. സൗത്ത് വയനാട് DFO ആയിരുന്ന ഷജിനെയാണ് ഈ കണ്ടുകെട്ടൽ നടപടി സ്വീകരിച്ചത്. ഏതാണ്ട് 27ഓളം കേസുകളിലായിരുന്നു ആ നടപടി. ആ DFOയുടെ നടപടി ജില്ലാ കോടതിയിൽ മാത്രമേ ചോദ്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണ് അവർ ജില്ലാ കോടതിയെ സമീപിച്ചത്. ആ വാദം അവരുടെ അപ്പീൽ തള്ളിയിരിക്കുന്നു. വനം വകുപ്പിന്റെ വാദം അംഗീകരിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനം, ഈ കേസിൽ ഈ തടികൾ ഇവർക്ക് വിട്ടുകൊടുക്കാനോ മറ്റോ വിധി ഉണ്ടായിരുന്നെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ പ്രധാന കേസ്, അതായത് ബത്തേരി കോടതിയിൽ
രീതിയിൽ ഡിവൈഎസ്പി വി ബെന്നി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന കേസിൽ പോലും ആ കേസ് ദുർബലമായി പോയേനെ. കാരണം തടികളുടെ ഉടമസ്ഥാവകാശം ഇവർക്കാണെങ്കിൽ മറ്റേ കേസ് തന്നെ നിലനിൽക്കില്ല. അതുകൊണ്ട് അത്രയും പ്രാധാന്യം ഈ കേസിനുണ്ടായിരുന്നു. പ്രധാന കേസിൽ നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ 85,000-ഓളം പേജുള്ള കുറ്റപത്രം പ്രത്യേക അന്വേഷണ സംഘം ബത്തേരി കോടതിയിൽ സമർപ്പിച്ചു. അതിലെ പ്രോസിക്യൂട്ടറെ മാറ്റണമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യപ്പെട്ടു, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അതിൽ ഗവൺമെന്റ് തീരുമാനമെടുക്കാതെ ആ വിചാരണ നീണ്ടു പോവുകയാണ്. ആ കേസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം സർക്കാരിന്റെ കമലി, ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് വേഗത്തിൽ തീരുമാനമെടുക്കാതെ പോകുന്നത്? ഈ 85,000-ലധികം പേജുള്ള കുറ്റപത്രം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഒരു കേസല്ലല്ലോ ഇത്. സർക്കാർ ഭൂമിയിലെ മരം മുറിച്ചിടുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വനഭൂമിയോട് ചേർന്ന് ജീവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ മരം മുറി പാടില്ലാത്ത ചില സ്വഭാവമുള്ള പട്ടയമുണ്ടല്ലോ, ഇപ്പോൾ ചിലതൊക്കെ അത് പിന്നീട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഭൂമി ലാൻഡ് അസൈൻമെൻറ്റ് ആക്ട് പ്രകാരമൊക്കെ നൽകുന്നു. പക്ഷേ അത് പണ്ട് വനഭൂമിയായിരുന്നു. അവിടെ ഇപ്പോൾ നമ്മൾ പ്രത്യേക വിഭാഗത്തിൽപ്പെടുത്തിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചന്ദനമടക്കമുള്ള മരങ്ങളുണ്ടെങ്കിൽ ആ മരം മുറിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയോടുകൂടിയാണ് ഭൂമി നിര. അതിലൊരു മരം മുറിച്ചാൽ, അതിലൊന്ന് കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോയാൽ റിമാൻഡ് ഉൾപ്പെടെ പോകേണ്ടതാണ്. വീടിനോട് ചേർന്ന് ഒരു വനഭൂമി ഉണ്ടെങ്കിൽ അവിടെ അത്തരത്തിൽ ഏതെങ്കിലും മരം മുറിച്ച് കിടത്തിയാൽ അല്ലെങ്കിൽ കൊമ്പ് വെട്ടിയാൽ പോലും വലിയ കേസാണ്, ജാമ്യമില്ലാത്ത കുറ്റമടക്കമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം പ്രമാദമായി 85,000-ലധികം പേജുള്ള കേസിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടപടികൾ വൈകുന്നത്, കേസ് അനിശ്ചിതമായി നീളുന്നത്? രതീഷ്, തീർത്തും ദുരൂഹമാണ് ആ വൈകൽ. കാരണം ഇത്രയും ഇതായി അന്വേഷിച്ചു. ഡിവൈഎസ്പി ബെന്നിക്കെതിരെ ഉണ്ടായ പ്രതികാര നടപടികൾ നമുക്കറിയാം. അടുത്ത ദിവസമാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത്. ഒരു വ്യാജ ബലാത്സംഗ കേസ് വന്നു. ഈ കേസ് ആദ്യം അന്വേഷിച്ച റേഞ്ച് ഓഫീസർ, അന്നത്തെ മേപ്പാട് റേഞ്ച് ഓഫീസർ സമീറാണ് തടികൾ പിടിച്ചെടുത്തതും ആദ്യം കേസ് അന്വേഷിച്ച് ഈ റിപ്പോർട്ട് നൽകിയതുമൊക്കെ. സമീറിന് സർവീസിലുണ്ടായ പ്രശ്നങ്ങൾ, അന്ന് ഫ്ലൈയിങ് സ്ക്വാഡ് DFO ആയിരുന്ന P ധനേഷ് കുമാർ കേസിൽ സജീവമായി ഇടപെട്ടയാളാണ്. അദ്ദേഹത്തിന് പല പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. പിന്നീട് ഈ കേസ് അന്വേഷിച്ചത് മേപ്പാട് റേഞ്ച് ഓഫീസർ ആയിരുന്ന ഹരിലാലാണ്. ഈ കണ്ടുകെട്ടൽ നടപടി സ്വീകരിച്ചത് സൗത്ത് വയനാട് DFO ആയിരുന്ന A ഷജനയാണ്. അവരാണ് ഈ തടികൾ കണ്ടുകെട്ടിയത്. ഈ ഉദ്യോഗസ്ഥർക്കെല്ലാം പലതരത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ സർവീസിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഡിവൈഎസ്പി ബെന്നിയുടേത് നമ്മുടെ മുന്നിൽ തന്നെയുള്ള കൃത്യമായ എക്സാമ്പിൾ ആണ്. അങ്ങനെ പല പ്രതിസന്ധികൾ നേരിടുന്നു. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ ഉദ്യോഗസ്ഥർക്ക് വേണ്ടത്ര ഒരു പിന്തുണയും കിട്ടിയിട്ടില്ലെന്ന് ആദ്യം മുതൽ ഈ കേസ് റിപ്പോർട്ട് ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് പറയാനാകും. അത്തരത്തിൽ സർക്കാരിന്റെ പല നടപടികളും ഇതിൽ ദുരൂഹമായി തുടരുന്നു. കേൾക്കാമെങ്കിൽ നേരത്തെ നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് എത്തിയത്, അപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. സർക്കാരിന്റെ ഭാഗത്ത് എന്തുകൊണ്ടാണ് ഈ കേസിന്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ മെല്ലപ്പോക്ക് ഉണ്ടാകുന്നത്? ഇപ്പോൾ കമൽ പറയുന്നു ഈ കേസ് ദീർഘകാലമായി, ഇതിന്റെ തുടക്കം മുതൽ ഈ കേസ് പുറത്ത് ലോകം അറിയുന്ന കമൽ ഉൾപ്പെടെയുള്ളവരുടെ, പ്രത്യേകിച്ച് കമലിന്റെ ഉൾപ്പെടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ കമൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ കേസിൽ ഇടപെട്ട ഉദ്യോഗസ്ഥരൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. അപ്പോൾ സർക്കാർ ഒരു പക്ഷത്ത് ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ സഹായിക്കുകയാണോ? അതിനപ്പോൾ ഈ കേസിൽ ഇടപെട്ട ഉദ്യോഗസ്ഥരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. ആ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളെ തടയാനും കഴിയുന്നില്ലേ സർക്കാരിന്? അങ്ങനെ ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ. രതീഷ്, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. സർക്കാരിന്റെ നടപടികൾ ഈ കേസിൽ തുടക്കം മുതൽ, ഞാൻ ആദ്യം ആ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയതിലക ഉത്തരവ് ഇടുന്നത് മുതൽ ഉള്ള നടപടികൾ ദുരൂഹമാണ്. അതിനെക്കുറിച്ചൊന്നും ഒരു അന്വേഷണം ഉണ്ടായില്ല. ഇവർക്ക് സഹായകരമായ രീതിയിൽ എങ്ങനെ ഒരു ഗവൺമെന്റ് ഉത്തരവുണ്ടായി, അതിന്റെ പിന്നിലുള്ള കോൺസ്പിരസി, അതൊന്നും അന്വേഷിക്കുകയുണ്ടായില്ല. കൃത്യമായി അന്വേഷണ സംഘത്തെ വെച്ച് അന്വേഷിച്ച് കുറ്റപത്രം നൽകിയ കേസിൽ തുടർ നടപടികൾക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അമാന്തമുണ്ടാവുകയാണ്. പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നില്ല, അല്ലെങ്കിൽ കേസ് മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. പലപ്പോഴും ഈ കേസ് കണ്ടുപിടിച്ച ഉദ്യോഗസ്ഥരുടെ എന്തോ ഒരു വ്യക്തിപരമായ ബാധ്യതയായി പല ഘട്ടത്തിലും മാറുന്നതായി ഞങ്ങൾ തന്നെ നേരിട്ട് കണ്ടതാണ്. രതീഷ്, ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ ബാധ്യതയായി ഈ കേസ് മാറുന്നു. എന്തൊരു കഷ്ടമാണ്. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഇത്രയും വലിയ കൊള്ള, അത് പകൽ പോലെ വ്യക്തമായിട്ടും ഇപ്പോൾ കേസിൽ ഒരു പക്ഷേ ശിക്ഷിക്കാതിരിക്കാം, പക്ഷേ ആ കേസ് കണ്ടെത്തിയ, നടപടി സ്വീകരിച്ച ഉദ്യോഗസ്ഥർ അവരുടെ വ്യക്തിപരമായ ബാധ്യത പോലെ ഈ കേസ് നടപ്പാക്കേണ്ട സ്ഥിതി, അവർക്കെതിരെ വലിയ നടപടി, പ്രഷർ ഉണ്ടാകുന്നു. അതിനിടയിൽ കേസ് നടത്താൻ ഒരു താല്പര്യവുമില്ല, സർക്കാർ മാറി നിൽക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ തടിയാണ്. സർക്കാരിന് അത് ബോധ്യമില്ലെങ്കിലും ഇപ്പോൾ കോടതി അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇനി റിപ്പോർട്ടർ ചാനലിന് എതിരെ ഒരു പ്രതികരണം ഈ ദിവസം വന്നിരുന്നു. റിപ്പോർട്ടർ ചാനലിനെതിരെ എന്ന് പറയുമ്പോൾ അത് തനിക്കെതിരെ വ്യാപകമായി വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് സാബു എം ജേക്കബ്, കിറ്റക്സിന്റെ MD ആണ് ഇന്ന് രംഗത്ത് വന്നത്. ആൻഡ്രൂ അഗസ്റ്റിൻ അറിയപ്പെടുന്നത് മാംഗോ ഫോൺ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യഘട്ടത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ അറിയുന്നത് ഈ മരംമുറി കേസിലൂടെയാണ്. ഇങ്ങനെ ഒരാളാണ് കിറ്റക്സിനെതിരെ വസ്തുതാവിരുദ്ധമായ കാര്യം പറയുന്നത് എന്നും സാബു പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം, ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ മാംഗോ ഫോൺ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അങ്ങനെ 2016 ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ
ആണ് കേരളം അറിയപ്പെടുന്നത് ഇങ്ങനെ ഒരു വ്യക്തിയെ പറ്റി. അവിടെ ഒരേ ഡോക്യുമെൻ്റ് തന്നെ പല ബാങ്കുകളിൽ പല രൂപത്തിൽ വെച്ച് തട്ടിപ്പ് നടത്തിയതായിട്ടൊരു ബാങ്കിൻ്റെ പരാതിയെ തുടർന്നാണ്. അതിനുശേഷം മറ്റ് ബാങ്കുകൾ വന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ഡീലർഷിപ്പ്, അങ്ങനെ വിവിധ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം 2021 മരംമുറി കേസിലാണ് അദ്ദേഹം വീണ്ടും പ്രസിദ്ധനാവുന്നത്.